US വൈസ് പ്രസിഡന്റും പത്നി ഭാരതം സന്ദർശിക്കും. JD വാൻസും ഉഷ വാൻസും ഈ മാസം അവസാനത്തോടെയാകും ഇന്ത്യയിലേക്ക് എത്തുക. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിർണായകമായ മറ്റൊരു സന്ദർശനം കൂടി ഭാരതത്തിൽ പ്രതീക്ഷിക്കുകയാണ്. എപ്പോഴാകും ആ ഒരു സന്ദർശനം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാകും? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മാസം അവസാനത്തോടു കൂടി സന്ദർശനം ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ മാസത്തിന്റെ അവസാന ഘട്ടത്തിന് തൊട്ട് മുമ്പോ എല്ലാം തന്നെ സന്ദർശനം JD വാൻസിന്റെയും ഭാര്യ ഉഷ വാൻസിന്റെയും സന്ദർശനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, JD വാൻസ് ഭാരതത്തിലെത്തുമ്പോൾ നിരവധിയായ ധാരണകൾ ഉണ്ടാകും. അത് വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലുമെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടൽ സാധ്യമാക്കുന്ന പല ധാരണകളും ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ സൂചനകളെല്ലാം അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഈ സന്ദർശനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. മറ്റു നിരവധിയായ സാമ്പത്തിക വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് നികുതി സംബന്ധിച്ചുള്ള താരതമ്യങ്ങളും അത്തരത്തിലുള്ള ചില വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയുണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൗതുകകരമായ കാര്യം, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഭാരത വംശജ കൂടിയാണ്. അവർ സെക്കൻഡ് ലേഡിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ആദ്യമായാണ് ഭാരതത്തിൽ എത്തുന്നത്. അത്തരത്തിലുള്ള പ്രത്യേകത കൂടി, കൗതുകകരമായ ഒരു പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട് എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തുളസി ഗബ്ബാർഡും ഭാരതത്തിൽ എത്തുമെന്ന സൂചനകൾ ലഭ്യമായിരുന്നു. അതും ഇത്തരത്തിൽ ഈ മാസം തന്നെ സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഏത് ദിവസമാണ് അവരുടെ സന്ദർശനം ഉണ്ടാകുക എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്ഥിരീകരണം കൂടി ലഭ്യമാകുന്നതോടുകൂടി ഈ രണ്ട് നേതാക്കളും ഭാരതത്തിൽ എത്തുകയും വിശാലമായ ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നു കിട്ടുകയും ചെയ്യും. നിരവധി ധാരണകൾ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, JD വാൻസിനോടൊപ്പം തുളസി ഗബ്ബാർഡ്, അല്ലെങ്കിൽ അതിനൊപ്പമോ അല്ലെങ്കിൽ അടുത്ത ഇടവേളകളിലോ അവർ എത്തുമ്പോൾ ഭാരതത്തിന്റെ നിരവധിയായ ഇന്റലിജൻസ് വിവരങ്ങളുണ്ട്. അവർ ഇന്റലിജൻസ് മേധാവി കൂടിയാണ്. ഇന്റലിജൻസ് വിവരങ്ങൾ ഭാരതവുമായി കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് നിരവധി കരാറുകളും അതുപോലെ തന്നെ പല ധാരണകളും ഒപ്പുവെക്കേണ്ടിയുണ്ട്. അത്തരത്തിലുള്ള ധാരണകളിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ നമ്മൾ മുംബൈ ഭീകരാക്രമണത്തിലെ പിടികിട്ടാപ്പുള്ളിയായ, അല്ലെങ്കിൽ മുംബൈ ഭീകരാക്രമണത്തിൽ അവിടെ കഴിയുന്ന അമേരിക്കയിൽ കഴിയുന്ന മുഖ്യപ്രതിയായ തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ചില പ്രത്യേക ധാരണകളും ചർച്ചകളും ഉണ്ടാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. വിഷ്ണു. ശരി, ഐസൺ ജോസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.